നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തിടെ കുറച്ച് പേര് ഒരു സംശയത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് വന്നിരിക്കുന്ന ഡോളർ ചിഹ്നം കാണാതാകുന്ന മോണറ്റൈസേഷൻ ബഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ പലർക്കും പേടി, എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടോ, എന്താണ് പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് വീഡിയോസ് ഇട്ടിരുന്നു. എങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ, ഈ നിങ്ങൾ ചോദിച്ച സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുന്നതിനോടൊപ്പം വീഡിയോയ്ക്കൊരു ലൈക്കും ഹൈപ്പും കൂടെ കൊടുക്കുവാൻ മറക്കരുത്. മാത്രമല്ല ക്രിയേറ്റേഴ്സ് ഫ്രണ്ട്സായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണോ? ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിനൊടുവിൽ 4000 മണിക്കൂർ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാക്കി ചാനൽ മോണിറ്റൈസ് ചെയ്തവരാണോ നിങ്ങൾ? എങ്കിൽ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അത് മറ്റൊന്നുമല്ല, വീഡിയോകളുടെ നേരെ നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഡോളർ ചിഹ്നം, പച്ച കളറിലുള്ള ആ ചിഹ്നം പെട്ടെന്ന് കാണാതാവുക. ഡാഷ്ബോർഡിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ കാണിക്കുന്നുണ്ടാകും, മോണിറ്റൈസേഷൻ ഓണമായിരിക്കും, പക്ഷേ കണ്ടന്റ് ലിസ്റ്റിൽ നോക്കുമ്പോൾ വീഡിയോകൾക്ക് നേരെ ഡോളർ സിമ്പലേ ഇല്ല. പലർക്കും ഇത് കാണുമ്പോൾ നെഞ്ചിടിപ്പ് കൂടും. എൻ്റെ മോണിറ്റൈസേഷൻ പോയോ, എൻ്റെ കഷ്ടപ്പാട് മുഴുവനും വെറുതെ ആയോ എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ ചിന്ത. എന്നാൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. ചാനലിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇതൊരു യൂട്യൂബ് ബഗ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എറർ മാത്രമാണ്. ശരിക്കും നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും വയലേഷൻ വരികയോ മോണിറ്റൈസേഷൻ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏൺ ടാബിൽ അതിൻ്റെ കാരണം വ്യക്തമായിട്ട് യൂട്യൂബ് കാണിക്കും. ഉദാഹരണത്തിന് റീയൂസ്ഡ് കണ്ടന്റ് പോലെയുള്ളവ. അതുപോലെ ഡാഷ്ബോർഡിൽ റവന്യൂ കാണിക്കുകയുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഡോളർ ചിഹ്നം ഹൈഡായി പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇത് യൂട്യൂബിൻ്റെ സിസ്റ്റത്തിൽ വന്ന ഒരു ചെറിയ സാങ്കേതിക തകരാർ മാത്രമാണ്. കുറേ പേർ കുറേ സമയം ഈ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം മാത്രം. ആദ്യം വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ പലരും ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ചേച്ചി എൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടോ, ഡോളർ ചിഹ്നം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് അയച്ചിരുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ചാനലിൻ്റെ സെറ്റിങ്സിലൊക്കെ കയറി മാറ്റാനോ അല്ലെങ്കിൽ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. അത് ചാനലിനെ കൂടുതൽ മോശമായിട്ട് ബാധിച്ചേക്കാം. യൂട്യൂബ് തന്നെ ഈ ബഗ് പരിഹരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡോളർ ചിഹ്നം ഉടനെ തിരികെ കൊണ്ടുവരും. ഇതിനോടകം തന്നെ പലർക്കും ഈ പ്രശ്നം പഴയതുപോലെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ പലർക്കുമുള്ളൊരു പേടി മാറ്റാനും ഒരു ഇൻഫർമേഷൻ തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ ഒരു പ്രശ്നം നിങ്ങളിൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടുകാരിലും ഒരുപാട് പേര്, ഫാമിലി മെമ്പേഴ്സും ഒക്കെ ധാരാളം പേർക്ക് വ്യൂസ് കുറച്ച് വരുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടെങ്കിലും അവർ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് തുടർന്നും ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പതുക്കെ നിങ്ങളുടെ വ്യൂസ് തീർച്ചയായിട്ടും കൂടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു മേഖലയായതുകൊണ്ടും ധാരാളം ക്രിയേറ്റേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്നത് കൊണ്ടും അപ്പോൾ വ്യൂസിൽ ഇടയ്ക്കൊക്കെ ഒരു വ്യത്യാസം വന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഉത്സാഹം ഒട്ടും കുറയാതെ ഇതുപോലെ തന്നെ തുടർന്നും നിങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. പലരും നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും അത് തുടർന്നു കൊണ്ട് പോവുക. അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോസിലൊക്കെ നല്ല നല്ല കമൻസ് അയക്കുന്ന എല്ലാ സഹോദരന്മാർക്കും വളരെയധികം നന്ദിയും സന്തോഷവും
അറിയിച്ചു കൊള്ളട്ടെ. തുടർന്നും ഇതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ ടെക്കി ലേഡി എന്ന എൻ്റെ ഈ ചാനൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി തരുന്നതോടൊപ്പം യൂട്യൂബിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചും അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടുമൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കും. ബൈ.